ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ തുടങ്ങുവാണേ. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കുറേ സ്വപ്നങ്ങൾ കാണും, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ കാണും അല്ലേ? അപ്പോൾ ഈ ആഗ്രഹങ്ങളെയൊക്കെ നടപ്പിൽ വരുത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കും, അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവും. അതാണ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യവും, നമ്മുടെ സമ്പത്താകട്ടെ അല്ലെങ്കിൽ വിജയങ്ങളാവട്ടെ, അത് നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മളെ തേടി എത്തുവാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ ആദ്യം കുറച്ച് പാകപ്പെടുത്തണം, അല്ലെങ്കിൽ മൈൻഡിനെ നമ്മൾ പവർഫുൾ ആക്കണം ആദ്യം. അതിനു വേണ്ട കുറച്ച് ടിപ്സ് ഞാനിന്ന് പറഞ്ഞു തരാം. ഒന്ന്, കഴിവതും പുലർച്ചെ തന്നെ നമ്മൾ ഉണർന്നെണീക്കാൻ ശ്രമിക്കുക. ഉണർന്ന ഉടനെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നേരെ കൈയെത്തി മൊബൈൽ ഫോൺ എടുക്കും, അല്ലെങ്കിൽ വന്ന മെസ്സേജസ് എന്താണെന്ന് നോക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ ആ മൊബൈൽ നോക്കുമ്പോൾ അതിൽ ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് കാണാം, അല്ലെങ്കിൽ നേരെ നമ്മൾ കണ്ണ് തുറന്ന് നോക്കുന്നത് ഒരു നെഗറ്റീവ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ന്യൂസിലേക്കായിരിക്കാം. അങ്ങനെ ചെയ്യുന്നതിന് പകരം നമ്മൾ കിടക്കയിൽ ഒന്ന് എണീറ്റിരുന്ന് കണ്ണുകൾ മെല്ലെ അടച്ചിട്ട് ഒരു ലോങ് ബ്രീത്ത് എടുത്തിട്ട് നമ്മളുടെ ശരീരത്തെ മൊത്തം ഒന്ന് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, നമുക്ക് എന്തായി തീരണം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ആവണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലൊന്ന് കാണുക, ഒന്ന് സ്വപ്നം കാണുക. നമ്മളോട് തന്നെ സ്വയം പറയുക, നമ്മൾ ആരായി തീരണം. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളുടെ സ്വപ്നം സഫലമായിട്ടുള്ള ഒരവസ്ഥയുണ്ടല്ലോ, ആ ഒരു സന്തോഷം നിറഞ്ഞ ഒരവസ്ഥയുണ്ടല്ലോ. നമുക്കൊരു ജോലി കിട്ടാനാണെങ്കിൽ ആ ഡ്രീം ജോബ് നമ്മുടെ കയ്യിലെത്തിക്കഴിയുമ്പോൾ ഉള്ള ആ ഒരവസ്ഥ, അത് ഫീൽ ചെയ്യുക. ആ ഒരു സന്തോഷം നമ്മൾ രാവിലെ ഉണർന്നെണീക്കുമ്പോൾ തന്നെ നമ്മളിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം സഫലമായി എന്നുള്ള ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ചറിയുക, കണ്ണുകൾ അടച്ചുകൊണ്ട്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമ്മുടെ അന്നത്തെ ആ ദിവസത്തിൻ്റെ മൂഡ് തന്നെ തീർച്ചയായിട്ടും അതിനെ മാറ്റിമറിക്കുവാൻ നമുക്ക് പറ്റും. നമ്മൾ ഒരു മൊബൈൽ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിൽപ്പെടുന്നത് ഒരു കൊലപാതകത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വാഹനാപകടത്തിൻ്റെയൊക്കെ വാർത്തയായിരിക്കും അല്ലേ? അത് കണ്ടുകൊണ്ട് അന്നത്തെ ആ ദിവസം തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കുക. അന്നത്തെ നമ്മുടെ ആ ഒരു മൈൻഡ് മൊത്തത്തിലൊരു നെഗറ്റീവ് മൂഡിലേക്കായിപ്പോവും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, മൊബൈൽ ഫോൺ എടുക്കരുത്. പകരം കിടക്കയിൽ ഉണർന്നെണീറ്റ് കണ്ണുകളടച്ച് ദീർഘനിശ്വാസം ചെയ്യുക. ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുള്ള ഇനി വരാൻ പോകുന്ന സന്തോഷങ്ങളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും എല്ലാം മനസ്സ് നിറഞ്ഞ് ആലോചിക്കുക. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, രാവിലെ നമ്മൾ മോർണിംഗ് വാക്ക് എന്നൊക്കെ പറയില്ലേ, ഒരു 20 മിനിറ്റെങ്കിലും നിങ്ങൾ ലഘുവായി നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഈ മഹത്വത്തെക്കുറിച്ച് നമ്മളുടെ മനസ്സിനെ നമ്മൾ ഓർമ്മിപ്പിക്കുക. നമ്മുടെ എന്താഗ്രഹവും നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ല, നമ്മളുടെ മനസ്സിലെ ആഗ്രഹം നടപ്പിൽ വരുത്തുവാൻ ആരോഗ്യമുള്ള ഒരു ശരീരം കൂടി വേണമല്ലേ? അപ്പം ഈ ശരീരം നമുക്ക് എന്തുമാത്രം വിലപ്പെട്ട വസ്തുവാണ് എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു 20 മിനിറ്റെങ്കിലും ലഘുവായിട്ട് നിങ്ങൾ നടക്കുക. 3, മനസ്സിന് ഒരു നറിഷ്മെൻറ്റ് കൊടുക്കുക. നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടല്ലേ? പക്ഷെ നമ്മുടെ മനസ്സിനെങ്ങനെയാണ് അത് കിട്ടുക? അതിനുള്ള മാർഗ്ഗമാണ് നല്ല വായന. നേരം വെളുക്കുമ്പോൾ പത്രം വായിക്കാറുണ്ട് നമ്മളെല്ലാവരും. പക്ഷെ പത്രത്തിൽ കാണുന്ന കിട്ടുന്ന വിവരങ്ങളെന്ന് പറഞ്ഞാൽ അതിൽ പകുതിയും നമ്മൾ ചവറന്ന് വേണമെങ്കിൽ പറയാം. നമ്മളുടെ ജീവിതത്തിലേക്ക് എടുക്കുവാൻ പാകത്തിനുള്ള ഒന്നും തന്നെ അതിൽ കാണില്ല. അറിവുകൾ കിട്ടാറുണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളുടെ മനസ്സിനെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആർട്ടിക്കിള് നിങ്ങൾ രാവിലെ അല്ലെങ്കിൽ ദിവസത്തിൽ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് വായിക്കുക. ആ വായന കൊണ്ട് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന മാറ്റമെന്ന് പറഞ്ഞാൽ വളരെ വളരെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റമായിരിക്കും.
നാലാമത്തെ കാര്യമാണ് പ്ലാനിങ്. നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹം നടപ്പിൽ വരണമെങ്കിലും അതിനൊരു പ്ലാനിങ് വേണമല്ലേ. നമുക്ക് എടുക്കേണ്ട തീരുമാനങ്ങൾ നമ്മൾ ആ എടുക്കേണ്ട സമയത്ത് തന്നെ എടുത്തിരിക്കണം. അപ്പം നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ എന്ത് ആക്ഷനാണ്, അല്ലെങ്കിൽ ഇന്ന് എന്നെക്കുറിച്ച് അതിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ രാവിലെ തന്നെ തീരുമാനിക്കുക. അപ്പോൾ നമ്മളുടെ ആ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ഒരു പടി കൂടി അടുക്കുകയാണ്. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഒരിടത്തിരിക്കും, നമ്മൾ വെറുതെ ആക്ഷൻ എടുക്കാതെ ജീവിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഈ പ്രപഞ്ചത്തിൽ എല്ലാ അവസരങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം നമ്മൾക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ട്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് നമ്മൾ എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട അവസരങ്ങൾ വേറെ ആരുടെയെങ്കിലും ആയിപ്പോവും അല്ലേ. എല്ലാ അനുഗ്രഹങ്ങളും അത് അനുഭവിക്കാൻ നമ്മൾ അർഹരാണ്. നീ ഇങ്ങനെ ജീവിക്കണം എന്നാരും നമ്മളെ പറഞ്ഞു വിട്ടിട്ടില്ല. നീ ഇങ്ങനെ നിൻ്റെ ജീവിതം ഇങ്ങനെ ദുരിതത്തിൽ കൂടി ജീവിച്ച് തീർക്കണം എന്ന് നമ്മളോട് ആരും പറഞ്ഞു വിട്ടിട്ടില്ല. നമുക്ക് വേണ്ട അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്കിക്കേ, എന്ത് മാറ്റം വരുന്നുവെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാ സന്തോഷങ്ങളും നന്മകളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു.